നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അർച്ചന കുട്ടിയുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് പോയാ എപ്പോഴെങ്കിലും അവൾ അറിയും അത് തന്റെ അനിയത്തിയുടെ കുഞ്ഞാണെന്ന്. അതിനുള്ള സമയം നമ്മൾ കൊടുക്കരുത്, സന്ദർഭം ഉണ്ടാക്കുകയും ചെയ്യരുത്. എന്താ ചേച്ചി ഇത്? കുഞ്ഞിന് വയ്യെന്ന് മനസ്സിലാക്കിയിട്ടും ആശുപത്രി കൊണ്ടുപോവുകയോ മരുന്ന് കൊടുക്കുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാൻ അർച്ചന? ഇതെനിക്ക് ചേട്ടനോട് പറയാനല്ലേ പറ്റൂ. എത്ര തവണ ഞാൻ പറഞ്ഞെന്നറിയോ? ശിവേട്ടൻ കേട്ട ഭാവം നടിച്ചില്ല. ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ അത് മാറിക്കോളെന്നും പറഞ്ഞ് എന്നെയും പോവാൻ സമ്മതിക്കില്ല. ചേട്ടൻ ഇതെന്താ പറ്റിയെന്ന് അറിയില്ല, ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. എപ്പോഴും എന്നോടും മോളോടും ദേഷ്യ. ആ അർച്ചന മേഡം എപ്പോ വന്നു? ഇപ്പൊ വന്നാണ് ശിവേട്ട. കുഞ്ഞിന് വയ്യാതിരുന്നിട്ടും ശിവേട്ടൻ എന്താ ആശുപത്രി കൊണ്ടുപോകാതിരുന്നേ? ചേച്ചി നോക്കണ്ട, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. കുഞ്ഞുങ്ങളല്ലേ, ഇടയ്ക്കിടയ്ക്ക് വയ്യാതായി എന്നൊക്കെ വരും, അതങ്ങ് മാറിക്കോളും. ഇത്ര നിസ്സാരമായിട്ടാണോ ശിവേട്ടൻ ഇതിനെയൊക്കെ കാണുന്നേ? ശിവേന്റെ സ്വന്തം കുഞ്ഞല്ലേ ഇത്? എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നേ? എത്ര കാലം നിങ്ങക്ക് കാത്തിരുന്ന് കിട്ടിയതാ ഇവളെ. അപ്പൊ അത്രയും കരുതലോടെ സ്നേഹത്തോടെ അല്ലേ നോക്കേണ്ടേ? ഒരു കുഞ്ഞില്ലാത്തതിന്റെ വിഷമം നല്ലതുപോലെ അറിഞ്ഞല്ലേ ശിവേട്ടൻ? എന്നിട്ട് ഇങ്ങനെയാ നോക്കുന്നേ? എന്തു ചേച്ചി, ഇന്നു മുതൽ കുഞ്ഞിന്റെ ഒരു കാര്യത്തിലും ശിവേണ്ണെ നിർബന്ധിക്കേണ്ട. ഞാൻ കുഞ്ഞിന്റെ കാര്യം ഏറ്റെടുത്തോളാം. മോളുടെ എന്താവശ്യത്തിനും എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. മേഡത്തിന് എന്തിനാ എന്റെ കൊച്ചിനോട് ഇത്ര സിമ്പതി? വരുന്നതും കൊച്ചിനെ എടുക്കുന്നതും ഞാൻ വിലക്കാത്തത് അത് മേഡത്തിന് സ്വന്തമായി ഒരെണ്ണം ഇല്ലാത്തതുകൊണ്ടാണ്. എന്ന് കരുതി എന്റെ കൊച്ചിന്റെ എല്ലാ അവകാശങ്ങളും വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എനിക്കൊരു അവകാശവും വേണ്ട. ശിവേണ്ണ താല്പര്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നു. അത് ഈ മോളല്ല, ഏത് കുഞ്ഞായാലും ഞാൻ ചെയ്യുകയും ചെയ്യും. അതിന്റെ കാരണം നേരത്തെ ശിവേട്ടൻ പറഞ്ഞത് തന്നെയാണ്, എനിക്കൊരെണ്ണം ഇല്ലാത്തതുകൊണ്ട്. നമ്മളെയൊക്കെ പോലെ ജീവിക്കാനുള്ള അവകാശം ദേ ഈ കുഞ്ഞിനും ഉണ്ട്. അതിന് അസുഖം വരാതെ നോക്കേണ്ടതും വന്നാ അത് ഭേദമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതും മുതിർന്നവരുടെ ഉത്തരവാദിത്വമാണ്. മോളുടെ കാര്യം ശിവേട്ടൻ നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ ഞാൻ നോക്കും. ഇനി അതിനും കൂടി തടസ്സം നിന്നാ ഞാനായിരിക്കില്ല, അതിന് ഉത്തരവാദിത്തപ്പെട്ട അധികാരികളായിരിക്കും ഇടപെടാൻ പോകുന്നത്. ഇതൊക്കെ ഇപ്പൊ എന്നെ കൊണ്ട് ശിവേട്ടൻ പറയിപ്പിച്ചതാ. കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവരുത്. എന്റെ കൊച്ചെന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാ പോരാ, അതിന് നന്നായിട്ട് നോക്കുക കൂടി വേണം. എന്തു ചേച്ചി, പൈസ ഞാൻ എത്തിക്കാം. ഇന്ന് എന്നെ മോളെ ഡോക്ടറിന്റെ അടുത്ത് കാണിക്കാൻ കൊണ്ടുപോകണം. ചേച്ചി മോളെ കൊണ്ട് ആശുപത്രി പോ, ആരും ഒന്നും പറയില്ല. ഹലോ. ഹലോ, എനിക്ക് ഉടനെ ഒന്ന് കാണണം. അങ്ങനെ തന്റെ ഭാര്യയുടെ കണ്ണീര് കണ്ട് കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം അർച്ചന ഏറ്റെടുത്ത് നടത്താന്ന് പറഞ്ഞു. പണിയാണല്ലോ ശിവരാമ. ഇതിനൊക്കെ കാരണം ആരാണെന്നറിയോ? താൻ തന്നെ. സ്വന്തം കുഞ്ഞല്ലാത്തന്റെ വെറുപ്പ് തന്റെ ഭാര്യയ്ക്ക് മനസ്സിലാവുന്ന വിധത്തിൽ പ്രകടമായി കാണിച്ചതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. പലപ്പോഴും എനിക്കും തോന്നിയിരുന്നു താൻ കുറച്ച് ഓവറാണെന്ന്. മേഡം എന്നെ കുറ്റപ്പെടുത്താതെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറയും. എന്റെ മനസ്സമാധാനം മുഴുവൻ പോയി നിൽക്കുക. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. ഏതൊരു മരമായാലും പുരയ്ക്ക് മേലേക്ക് ചാഞ്ഞ അത് അപകടമാ. അതിനെ കടക്കലെ വെട്ടി ദൂരെ എറിയണം. പിന്നീട് വളർന്നു പന്തലിച്ച് ശിവന്റെ കൂരയ്ക്ക് മേലേക്ക് ചായാൻ സാധ്യതയുള്ള ആ വൃക്ഷത്തൈ ഇപ്പൊ തന്നെ പിഴുത് ദൂരേക്കെറിയണം. തൈ വളർന്ന് മരാവുന്നതിന് മുമ്പ് നശിപ്പിക്കണം. ശിവരാമന് മനസ്സിലായില്ലല്ലേ? കൊല്ലണോന്ന്.
അർച്ചനക്കുട്ടിയുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് പോയാ എപ്പോഴെങ്കിലും അവൾ അറിയും അത് തന്റെ അനിയത്തിയുടെ കുഞ്ഞാണെന്ന്. അതിനുള്ള സമയം നമ്മൾ കൊടുക്കരുത്, സന്ദർഭം ഉണ്ടാക്കുകയും ചെയ്യരുത്. അങ്ങനൊരു സന്ദർഭം വന്നാ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നെയോ തന്നെയോ അല്ല. നെല്ലിശ്ശേരിയിലെ തന്റെ കുഞ്ഞിനെ തന്നെ ആയിരിക്കും. ഈ കുഞ്ഞ് ജീവിച്ചിരിക്കുന്ന കാലം അത്രയും തന്റെ കുഞ്ഞിനത് അപകടമാണ്. വളർന്നു വലുതായി നെല്ലിശ്ശേരിയുടെ പരമസിംഹാസനത്തിൽ വാഴാനുള്ളവളാ തന്റെ മോള്. അതിനിടയ്ക്ക് ഈ കുഞ്ഞിന്റെ കാര്യങ്ങൾ എല്ലാരും അറിഞ്ഞ അന്ന് തന്റെ കുഞ്ഞ് അവിടെ ഔട്ട്. ശിവരാമന്റെ കുഞ്ഞിന്റെ ഭാവിയെ ഓർത്ത് ഇപ്പോഴേ നമ്മൾ ആതിരയുടെ കുഞ്ഞിനെ കൊല്ലുന്നു. ശിവരാമൻ ചെയ്യുന്ന സൽക്കർമ്മമാണ് തന്റെ തന്നെ മോളുടെ ഭാവി നിർണയിക്കുന്നത്. അത് എപ്പോ എങ്ങനെ എന്ന് ഞാൻ പറഞ്ഞുതരാം. ശിവരാമൻ അതുപോലെ അങ്ങ് ചെയ്താൽ മാത്രം മതി. മാസത്തെ ട്രീറ്റ്മെന്റിന് ശേഷവും ഫലമൊന്നും ഇല്ലാതായ ഞാൻ ഇവിടം വിട്ടു പോകും. അർച്ചന ഇല്ലാതെ വന്ന സച്ചിൻ എന്നെ പതിയെ മറന്നു തുടങ്ങും. അങ്ങനെ വരുമ്പോൾ എനിക്ക് പകരമായിട്ട് മറ്റൊരു പെണ്ണിനെ സച്ചിന്റെ ജീവിതത്തിലേക്ക് അച്ഛനായിട്ട് തന്നെ കൊണ്ടുവരണം. ഇന്ന് ശിവേട്ടന്റെ വീട്ടിൽ പോയ വിശേഷമൊന്നും താൻ പറഞ്ഞില്ലല്ലോ. അവിടെ മോള് സുഖമായിട്ടിരിക്കുന്നോ? ശിവേട്ടനെ കുറിച്ച് ഇന്ദുചേച്ചി കുറെ പരാതി പറഞ്ഞു സച്ചേട്ട. ശിവേട്ടൻ കുഞ്ഞിന്റെ കാര്യം അല്പം പോലും ശ്രദ്ധിക്കുന്നില്ല എന്നും ആളാകെ മാറിപ്പോയെന്നൊക്കെയാ ചേച്ചി പറയുന്നത്. അതെന്താ അങ്ങനെ? അവര് കുറെ നേർച്ച നടത്തിയും ട്രീറ്റ്മെന്റ് നടത്തിയൊക്കെയല്ലേ മോളുണ്ടായത്. പിന്നെ പുള്ളിക്കിപ്പം എന്ത് പറ്റി? അത് തന്നെ ഇന്ദുചേച്ചിയുടെ സംശയം. ആശുപത്രി വെച്ച് തുടങ്ങിയതത്ര മോളോടൊരു താല്പര്യമില്ലാതെ പോലെയുള്ള പെരുമാറ്റം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.